ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ശേഷിച്ച കുറേ പേരെ അഗ്നിയൻ പോയി ചെന്ന് രക്ഷപ്പെടുത്തി. വൃദ്ധരായ ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്ത് പാണ്ടത്തിൽ കെട്ടി അവർ യാത്ര തിരിച്ചു. പലദൂരം സഞ്ചരിച്ച് പഞ്ചനദം എന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ പഞ്ചാബായിരിക്കും. പഞ്ചനദം എന്ന സ്ഥലത്തെത്തി. തട്ടിപ്പറിക്കാരായ കുറെ കാട്ടാളന്മാർ വന്ന് അതിൽ അവർ കൊണ്ടുവന്ന ഭാണ്ഡങ്ങൾ പിടിച്ചു പറിക്കുകയും അതിൽ ചില സ്ത്രീകളെ അപഹരിക്കുകയും ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. അർജുനനാണ് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നതെന്ന് ഓർമ്മിക്കണം. ലോകൈകതനുദ്ധരനായ അർജുനൻ ഒരു ഞാനൊരു ശബ്ദത്താൽ ശത്രുക്കൾ സർവ്വവും ഭീതരാക്കുന്ന അർജുനൻ ഇവിടെ അർജുനന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പറയുന്ന ഈ സന്ദർഭമൊക്കെ നിങ്ങൾ കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. എങ്കിലും അത് ഓർക്കുക. പറയുകയാണ്, അർജുനൻ അശക്തനായി. താൻ എപ്പോഴും ചുമലിലേറ്റി നടക്കുന്ന ആ ഗാഢ്യമുണ്ടല്ലോ, തൻ്റെ വീര്യത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, തൻ്റെ ശക്തിയുടെ മുഴുവൻ ആ പ്രതീകമായിട്ടാണത്. ആ പ്രതീകത്തെ, ആ വില്ലിനെ കുലച്ച് ഞാൻ ബന്ധിക്കാൻ പോലും ശക്തനല്ലാതായിരുന്നു. കരുണ കൊണ്ട് ആ കാട്ടാളന്മാർ വിട്ടുകൊടുത്ത ആളുകളെയും കൊണ്ട് മാത്രം അർജുനന് മത്സരപുരിയിലേക്ക് തിരിച്ചെത്തേണ്ടി വന്നു. നേരത്തെ കണ്ട അർജുനനോ ഇത് ദ്രോണരെ പോലും പേടിപ്പിച്ച, ഭീഷ്മരെ പോലും കോപിപ്പിച്ച ആ അർജുനനാണോ ഇപ്പോൾ ഈ കാട്ടാളന്മാരായ പിടിച്ചുപറിക്കാരിൽ നിന്ന് തൻ്റെ ആശ്രയത്തിൽ വന്ന സ്ത്രീകളെ പോലും സംരക്ഷിക്കാൻ ആകാതെ പതറി ഭീതനായ അർജുനൻ? എന്തുകൊണ്ട്? കൃഷ്ണനില്ല. ഈ കഥ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് സർവ്വന്തര്യാമിയായിരിക്കുന്ന ഭഗവത്വത്തിലെ വിശ്വാസം നമുക്ക് എപ്പോൾ നഷ്ടപ്പെടുമോ ആ നഷ്ടപ്പെടുന്ന അവസരത്തിൽ നീ ആരുമല്ല. ആ അവസ്ഥയാണ്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.